സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. അതിരപ്പള്ളിയിൽ മുറിവേറ്റ കാട്ടാനെ ചികിത്സിക്കാനുള്ള ദൗത്യ സംഘത്തിന്റെ മിഷൻ പ്രാവർത്തികമാകുമോ, അത് വിജയത്തിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ ആദ്യം ഉറ്റുനോക്കുന്ന കാര്യം. ഒട്ടേറെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. DCC പ്രസിഡന്റ് വയനാട്ടിൽ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾക്ക് തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഡെമോക്രസിന്റെ വാൾ വീണ്ടും ശക്തമാവുകയാണ്. DCC പ്രസിഡന്റ് ഇന്ത്യ പച്ചൻ അറസ്റ്റിലായിരിക്കുന്നു, ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്ത ഒരു വശത്ത് വരികയാണ്. ഒപ്പം കൂത്താട്ടുകുളത്ത് CPM കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള ആരോപണവുമായി UDF ഉയർത്തിയ പ്രക്ഷോഭവും പ്രതിഷേധവും പാതി വഴിയിൽ അവസാനിക്കുകയാണോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ട്. ഞങ്ങളുടെ പ്രതിനിധികളും ചേരും വിവരങ്ങളുമായി. സ്പോട്ട് ലൈവിലേക്ക് വിശദമായി സ്വാഗതം. ആദ്യം കടക്കുന്നത് തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമം നടത്തുകയാണ്. വളരെ ആശയക്കുഴപ്പമുള്ള ഒരു ഭൂപ്രകൃതിയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആനയെ ലൊക്കേറ്റ് ചെയ്യുക കൃത്യമായിട്ട് എന്നുള്ളത് കഴിഞ്ഞ മണിക്കൂറുകളായി തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ് ദൗത്യ സംഘം ഇതുമായി ബന്ധപ്പെട്ട്. ആന ഇപ്പോൾ ഇതാ വനത്തിനുള്ളിലേക്ക് കടന്നു എന്നുള്ള ഒരു വിവരം കൂടി വരുമ്പോൾ അത് ദൗത്യ സംഘത്തിനെ സംബന്ധിച്ചോളം തടസ്സമായി നിൽക്കുന്നു. നേരത്തെ തന്നെ ആനയെ കണ്ടെത്താൻ 2 സംഘങ്ങളായിട്ട് തിരിഞ്ഞായിരുന്നു തെരച്ചിൽ നടത്തുന്നത്. ഏത് തരത്തിലാണ് DFO അടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ, എത്രത്തോളം പോസിബിലിറ്റിയാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് ആദ്യം കേൾക്കാം. ഇല്ല, ഇന്നത്തേത് നമ്മൾ ആനയെ സൈറ്റ് ചെയ്തു. ആനയെ ഒന്ന് ഓടിച്ചൊന്ന് കയറ്റി ഒരു കംഫർട്ടബിൾ സ്ഥലം നോക്കി ഡാർട്ട് ചെയ്യാനായിരുന്നു ഉദ്ദേശം. പക്ഷെ അപ്പോഴത്തേക്ക് ആന മുകളിലേക്ക് റിസർവിലേക്ക് പോയിരിക്കുകയാണ്, കാട്ടിൽ കയറിപ്പോയി. ഇപ്പൊ സൈറ്റിംഗ് നമ്മുടെ മിസ്സായി. വാച്ചസിനെ നോക്കുന്നുണ്ട്. അത് കംഫർട്ടബിൾ ആയിട്ട് കുറച്ച് താഴെ ഇറങ്ങി വരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്കാരുടെ പ്രസൻസ് കണ്ടപ്പോൾ മേളിൽ കയറി പോയതാ. അല്ല, ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി വീണ്ടും അപ്പോഴത്തേക്ക് ആന ചിലപ്പോൾ തിരിച്ച് ഇറങ്ങി പുഴയുടെ സൈഡിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് കണക്ക് കൂട്ടുന്നു. പിന്നെ ഇനി ഒരു 4 മണി വരെ കാണുള്ളൂ. കാരണം പിന്നെ ലൈറ്റിംഗിന്റെ ഒക്കെ ഒരു ഇഷ്യൂ ഉള്ള കാരണം നമ്മൾ വൈകുന്നേരത്തിലേക്ക് പോകത്തില്ല. നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ആണ്, അപ്പോൾ ഡാർട്ടിങ് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഈ നല്ല സ്ഥലമായിരുന്നു ഈ റബ്ബറിന്റെ ഇടയിൽ, പക്ഷെ അപ്പോഴത്തേക്ക് ആന പെട്ടെന്ന് ഓടിപ്പോയി. ഇല്ലില്ല, വയലന്റ് ഒന്നുമല്ല. ഇപ്പൊ അത് കയറിപ്പോയത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1/2 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ട്. ഇപ്പൊ സൈറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഷൂട്ട് ചെയ്തിട്ടില്ല. അതിനെ നമ്മൾ മറ്റേ 12 ബോർ പമ്പ് ആക്ഷൻ ഗണ്ണിന്റെ ഫയറിംഗ് ആണ് നിങ്ങൾ കേട്ടത്, അല്ലാതെ ഷൂട്ട് ചെയ്തിട്ടില്ല. CV അനുമോദ് ചേരുന്നു. അനുമോദ്, ഇതെങ്ങനെയാണ് ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുക? അതിനുശേഷം മയക്കുവെടി വെക്കുക, പിന്നീട് ചികിത്സയെക്കുറിച്ച് ആലോചിക്കുക, സമ്മർദ്ദമില്ലാതെ ആനയെ പിന്നെ കാട്ടിലേക്ക് കടത്തിവിടുക, അങ്ങനെ ഇതൊരു ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരു പ്ലാനിൽ ഇറങ്ങിയ മിഷനാണ്. പക്ഷേ ആനയെ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതിലടക്കം മണിക്കൂറുകളായിട്ട് ദൗത്യസംഘം അവിടെ തടഞ്ഞു നിൽക്കുന്നു എന്നുള്ളൊരു വിവരമാണോ വരുന്നത്? നേരത്തെ മയക്കുവെടി വെച്ചു എന്ന് വരുന്നു, മയക്കുവെടി വെച്ചിട്ടില്ല എന്ന് DFO വ്യക്തമാക്കുകയും ചെയ്യുന്നു. ലൊക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ അടഞ്ഞു എന്ന് ദൗത്യസംഘം കരുതുന്നുണ്ടോ? അപർണ, നമ്മൾ രാവിലെ 9 മണിക്ക് ഈ ആനയെ കാണുന്ന സാഹചര്യത്തിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആനയെ ഇന്ന് മയക്കുവെടി വയ്ക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയായിരുന്നു ഫോറസ്റ്റ് അധികൃതർ പങ്കുവച്ചിരുന്നത്. കാരണം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഇടം ഇത് നമുക്ക് കാണാം, ഇതൊരു റബ്ബർ പ്ലാന്റേഷനാണ്. നേരത്തെ നമ്മൾ നിന്നിരുന്ന ചാലക്കുടി പുഴയുടെ മുകൾ വശത്തായിട്ടുള്ള ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ നേരത്തെ രാവിലെ ആനയെ കണ്ടത് പുഴയുടെ മറുവശത്തായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ കരയാണ് നിൽക്കുന്നത്. ഇവിടെ ഇതുവഴിയാണ് ആന ഉൾക്കാട്ടിലേക്ക് കയറിപ്പോയിട്ടുള്ളത്. നേരത്തെ നിന്നിരുന്ന സ്ഥലത്ത് എത്തി ഈ മേഖലയിൽ നിന്ന് ആനയെ മയക്കുവെടി വെക്കാനുള്ള ഉദ്ദേശത്തിലായിരുന്നു വനംവകുപ്പ് ഉണ്ടായിരുന്നത്. ആ തുരുത്തിൽ നിന്നും ആനയെ പടക്കം പൊട്ടിച്ചും മറ്റും പേടിപ്പിച്ചും ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവന്നെങ്കിലും ഇവിടെ നിന്നും ആന നേരെ മറുവശത്തേക്ക് ഉൾക്കാട്ടിലേക്ക് കയറി പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ ആന കാട്ടിൽ എവിടെയാണുള്ളത് അതിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിട്ടുള്ളത്. ഇന്നിപ്പോൾ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഇനി ഉച്ചഭക്ഷണത്തിന് ശേഷം എപ്പോഴാണ് ദൗത്യം പുനരാരംഭിക്കുക എന്ന് വ്യക്തമായിട്ടില്ല. കാരണം ആന എവിടെയെന്ന് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ 4 മണിക്ക് മുൻപ് മയക്കുവെടി വെക്കാൻ കഴിയുമോ എന്നും പറയാനാകില്ല. ഈ 2 പ്രശ്നങ്ങളാണ് ഇപ്പോൾ വനംവകുപ്പിന് ഇന്നത്തെ ദൗത്യത്തിൽ പൂർത്തീകരണത്തിന് തടസ്സമായിട്ടുള്ളത്. രണ്ടാമതായിട്ട്, ഈ ആനയെ കണ്ടെത്തി മയക്കുവെടി വെച്ചാൽ തന്നെ പിന്നെ ഒരു 4-5 മണിക്കൂർ നേരം ഈ ഒരു ചികിത്സയ്ക്കും മറ്റും ആവശ്യമായിട്ട് വരും. മയക്കുവെടി വെച്ചാൽ തന്നെ അരമണിക്കൂറിന് ശേഷമാണ് ആന കുറച്ചെങ്കിലും ഒന്ന് മയങ്ങുക. അപ്പോൾ മാത്രമാണ് ആനയുടെ അടുത്തെത്തുവാനും ചികിത്സ നൽകുവാനും സാധിക്കുകയുള്ളൂ. അതിന് എത്രമാത്രം ഇന്ന് സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. രണ്ടാമതായിട്ട്, കുങ്കിയാനകളെ കൊണ്ടുവരണമെന്നൊരു ആവശ്യം ഉയരുന്നുണ്ട്. കാരണം ഈ മയക്കുവെടി വെച്ചാൽ തന്നെ ആനയെ കുങ്കിയാനകളുടെ സഹായമില്ലാതെ തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്നൊരു അഭിപ്രായം ഒരു വിഭാഗം ഉദ്യോഗസ്ഥരും വിദഗ്ധരും പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ ഈ കുങ്കിയാനകളെ കൊണ്ട് ആനയെ തടഞ്ഞു നിർത്തി അതിനെ ചികിത്സ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ടുള്ള പദ്ധതി. പക്ഷേ കുങ്കിയാന
ആനയെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. അത് സാഹചര്യം അനുസരിച്ച് തീരുമാനിക്കുമെന്നാണ് നേരത്തെ DFO പറഞ്ഞത്. ഇത് ആനയുടെ മുറിവ് അത് നേരത്തെ കൊമ്പ് കൊണ്ടാണ്, അല്ലെങ്കിൽ ആനകൾ തമ്മിലുള്ള പരസ്പരം ആക്രമിച്ചപ്പോൾ കൊമ്പ് തട്ടിയാണ് ഈ മുറിവായിട്ടുള്ളത് എന്നൊരു നിഗമനമാണ് വനംവകുപ്പിനും അതേപോലെ ഡോക്ടർമാർക്കും ഒക്കെ ഉള്ളത്. അതിൻ്റെ മുറിവിൻ്റെ ആഴം, അതിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി, ഇതൊക്കെ ആനയെ അടുത്ത് കൂടുതൽ നിരീക്ഷിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മുറിവിൻ്റെ ഒരു എത്രമാത്രം പഴുപ്പുണ്ട് എന്നുള്ളതൊക്കെ കണ്ടെത്താൻ ഇനിയും സമയമെടുക്കും. ഇതിൽ മറ്റൊരു കണ്ടെത്തൽ ഇന്ന് വനംവകുപ്പിൻ്റെ ഭാഗത്തുണ്ടുള്ളത്, ആന വല്ലാത്ത അവശനിലയിലായിരുന്നു എന്നായിരുന്നു ആദ്യ റിപ്പോർട്ട്. പക്ഷേ ആനയുടെ ആരോഗ്യത്തിന് കുഴപ്പമില്ല. കാരണം ഇന്ന് ആനയെ അടുത്ത് നിരീക്ഷിക്കാൻ കഴിഞ്ഞപ്പോൾ ആനയുടെ ഈ മയക്കുവെടി വയ്ക്കുവാൻ വേണ്ടി ആനയെ ഓടിപ്പിച്ചവരൊക്കെ ആനയെ വളരെ അടുത്തുനിന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ ആനയുടെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല എന്നൊരു ആശ്വാസകരമായ വിവരവും ലഭിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഈ ദൗത്യം ഈ അനുമോദ്, അത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം. അനുമോദ്, ഇതൊരു ഗൺ ഷോട്ട് ആണ് എങ്കിൽ സ്വാഭാവികമായിട്ടും കാടിന് പുറത്തുനിന്ന് ഈ ചികിത്സ നൽകേണ്ട ഒരു ബാധ്യത ഉണ്ടാകുന്നു. ഇതൊരു ഗൺ ഷോട്ട് ആണെങ്കിൽ അത് ആനയുടെ ജീവന് തന്നെ അപകടകരമായിട്ട്. പക്ഷേ ഇത് നേരത്തെ പറഞ്ഞല്ലോ, ആനകളുടെ പ്രജനനകാലം നടക്കുന്നു. ഇത്തരം ആനകൾ തമ്മിലുള്ള ആക്രമണമൊക്കെ എടുക്കുമ്പോൾ ഇത് അവിടെ തന്നെ അത് പരിഹരിക്കപ്പെടാനും, അല്ലെങ്കിൽ അത് സ്വയം ചികിത്സയോ അല്ലെങ്കിൽ അത്തരം രീതികളിലേക്കൊക്കെ കടക്കാനുള്ള സാധ്യത അത് നടക്കുന്ന കാര്യമായതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആന ഈ പടക്കം പൊട്ടിച്ചപ്പോൾ പരിഭ്രാന്തനായിട്ട് ഓടുന്ന ആന തിരിച്ച് ഇത്തരം ഒരു സന്നദ്ധനാകുമോ, അല്ലെങ്കിൽ ഇത്തരം ഏതെങ്കിലും തരത്തിൽ മയക്കുവെടി വെക്കാനെങ്കിലും നിലയുറപ്പിക്കുന്ന രീതിയിലേക്ക് ആന നിൽക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവില്ലേ? അതായത് ചികിത്സ കൂടിയേ തീരൂ ആനയ്ക്ക് എന്നൊരു തീരുമാനത്തിൽ തന്നെയാണോ ദൗത്യസംഘം? അപർണ, അൺപ്രഡിക്റ്റബിൾ ആണ് ഈ വന്യജീവികളുടെ പെരുമാറ്റം ഉണ്ടാവുക. നമുക്കൊന്നും മുൻകൂട്ടി പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല അതെങ്ങനെ ഒരു ഘട്ടത്തിൽ പ്രതികരിക്കുമെന്നുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ആന ഈ മയക്കുവെടി വയ്ക്കാനുള്ള ശ്രമത്തോടൊന്നും ഒരിക്കലും പ്രതിരോധിക്കുകയല്ലാതെ മറ്റൊരു തരത്തിലും പെരുമാറില്ല. അപ്പോൾ പ്രതിരോധിക്കാനുള്ളത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ളൊരു രീതിയാണ്. ഈ ആനയുടെ പരിക്കിനെ സംബന്ധിച്ചാണ് വനംവകുപ്പും ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഡോക്ടർമാരൊക്കെ കൂടുതൽ ചിന്തിക്കുന്നത്. പഴുപ്പുണ്ട്, മാത്രമല്ല അത് കുറേ ദിവസങ്ങളായിട്ടുള്ള ഒരു പരിക്കുമാണ്. നേരത്തെ ഇത് ഒരു വെടി കൊണ്ടതിൻ്റെ അടയാളമാണോ, വെടി കൊണ്ടതിൻ്റെ ബാക്കിയാണോ എന്ന ആശങ്കയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് ഇതിന് ചികിത്സ അത്യാവശ്യമാണെന്ന നിഗമനത്തിലേക്ക് എത്തിയതും ഇന്നിപ്പോൾ ഈ സാഹചര്യം വരെ കൊണ്ടുവന്നിരിക്കുന്നതും. എന്ത് തന്നെയാണെങ്കിലും ആനയ്ക്ക് ചികിത്സ നൽകേണ്ടതുണ്ട്. കാരണം മസ്തകത്തിലാണ് ഈ മുറിവ് എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ജീവൻ അപായപ്പെടാനുള്ള സാധ്യത വളരെയധികമുണ്ട് എന്നാണ് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരും അതുപോലെ ഈ ഒരു മേഖലയിലുള്ളവരൊക്കെ പങ്കുവെക്കുന്നത്. അപ്പോൾ ഇതിന് ചികിത്സ നൽകാനുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തും, അതിനുള്ള ശ്രമങ്ങളും നടത്തും. അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകുകയില്ല. ഇന്നത്തെ ഒരു ദൗത്യം ഇന്ന് 1-ാം ദിവസം മാത്രമാണ്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ ആനകളുമായി ബന്ധപ്പെട്ട പല മിഷനുകളും 2-3 ദിവസം എടുത്തിട്ടാണ് വനംവകുപ്പിന് പൂർത്തിയാക്കാൻ കഴിയുന്നത്. ഇവിടുത്തെ പ്രധാന വെല്ലുവിളി ഇവിടുത്തെ ടെറൈൻ കൂടിയുണ്ട്. ടെറൈൻ ഒരിക്കലും ഞാനീ നിൽക്കുന്ന ഇടം മാത്രമാണ് ഇതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമുള്ള ഒരു സ്ഥലം. ഇതിനപ്പുറത്ത് ഉൾവനമാണ്, അതേപോലെ മറുവശത്ത് പുഴയാണ്, ചാലക്കുടി പുഴയാണ്. അതുകൊണ്ട് തന്നെ ഈ ടെറൈൻ വലിയ വെല്ലുവിളിയാണ് ഈ ദൗത്യത്തിന് തീർത്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലും ആനയുടെ മസ്തകത്തിലാണ് മുറിവ് എന്നതുകൊണ്ട് തന്നെ അതിന് ഗുരുതരമായി തന്നെ കണ്ട് ചികിത്സ നൽകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തും. അപ്പോഴും ആന വനത്തിനുള്ളിലേക്ക് കടന്നാൽ, ഉൾവനത്തിലേക്ക് പോകുകയാണെങ്കിൽ ഈ ദൗത്യം ഏതാണ്ട് പൂർണ്ണമായും ഒരു പരാജയപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് വരികില്ലേ? ആന അങ്ങനെ പൂർണ്ണമായും ഉൾവനത്തിലേക്ക് കടക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതുകൂടി ഈ ചികിത്സയുടെ ഒരു സാഹചര്യമുണ്ട്. ആന പൂർണ്ണമായും ആരോഗ്യവാനല്ല എന്നതുകൂടിയായിട്ട് അങ്ങനെയാണോ കൂട്ടിച്ചേർത്ത് വായിക്കുന്നത് ദൗത്യസംഘം? ഈ ആനകളുടെ ഇവിടുത്തെ ഒരു ആവാസ വ്യവസ്ഥ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഈ ചാലക്കുടി പുഴയുടെ തീരത്തായിട്ടായിരിക്കും നേരങ്ങളിലും രാത്രികാലങ്ങളിലും ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം അവർക്ക് വെള്ളം കുടിക്കാൻ മറ്റെവിടെയും ഈ ഒരു മേഖലയിൽ പോകാൻ കഴിയും. ഏറ്റവും അനുയോജ്യമായ ആനകൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു മേഖലയാണ് നമ്മൾ നേരത്തെ കണ്ട ചാലക്കുടി പുഴയുടെ ആ തീരങ്ങൾ. അപ്പോൾ ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് തന്നെയാണ് ആനക്കൂട്ടം തമ്പടിക്കുന്നത്. നമ്മൾ നേരത്തെ പോയിരുന്ന ആ എണ്ണപ്പനപ്പാടത്തൊക്കെ നമ്മൾ കണ്ടതാണ്. െല്ലാം വലിയ തോതിൽ കുത്തിമറിച്ച് അവർ ഭക്ഷിക്കുന്നതും ആ തീരത്ത് അവർ തങ്ങിയതിൻ്റെ അടയാളമൊക്കെ.
അപ്പോൾ അവരെ സംബന്ധിച്ച് ഉൾക്കാട്ടിൽ പോവുക എന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ കുടിവെള്ളത്തിന് സ്രോതസ് കണ്ടെത്തുവാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ചാലക്കുടി പുഴ തന്നെയാണ് അവർക്ക് ഏറ്റവും ആശ്രയമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉൾക്കാട്ടിൽ അവർ തങ്ങില്ല. വൈകുന്നേരമാകുമ്പോഴേക്കും അവർ ഇവിടേക്ക് വരും എന്ന വനംവകുപ്പിലെ കണക്കൂട്ടലിന് പ്രധാനപ്പെട്ട ഒരു കാരണവും അതുതന്നെയാണ്. ഏതാണെങ്കിലും ഈ മിഷനുമായിട്ട് ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് വനംവകുപ്പിൻ്റെ ആലോചന. ഉൾക്കാട്ടിലേക്ക് പോയ ആന വൈകുന്നേരത്തോടെ താഴേക്ക് തിരിച്ചെത്തും എന്നൊരു കണക്കൂട്ടൽ തന്നെയാണ് അവർക്കുള്ളത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ മേഖലയിലെ ആനകളെക്കുറിച്ച് അവർ നടത്തിയ നിരീക്ഷണവും അതിനെക്കുറിച്ചുള്ള അവർക്കുള്ള ബോധ്യവുമാണ്. അപർണ, അനുമോദ, ഒറ്റ കാര്യം കൂടി പറഞ്ഞ പോലെ കുങ്കി ആനകളെ പെട്ടെന്ന് കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയില്ല എന്നറിയുന്നു. മറ്റ് സംഘങ്ങളുടെ എലിഫന്റ് സ്ക്വാഡ് അടക്കമുള്ള സംഘങ്ങളുടെ സഹായം തേടാനുള്ളൊരു സാധ്യത പരിപൂർണമായിട്ടും തള്ളിക്കളയുകയാണോ? അങ്ങനെ ഇപ്പൊ കുങ്കിയാനകളെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തന്നെ അത് ഈ ദൗത്യം വീണ്ടും വീണ്ടും നീണ്ടുപോകാനുള്ള ഒരു സാധ്യതയിലേക്ക്, അതായത് ഇന്നത്തേക്ക് ഒരു ചിത്രം വ്യക്തമാകാനുള്ള സാഹചര്യം കുറവായിരിക്കും അല്ലേ? ഇന്ന് 4 മണി വരെ മാത്രമാണ് ദൗത്യം ഉണ്ടാവുക. ഇപ്പോൾ തന്നെ 2 മണി കഴിഞ്ഞിട്ടുണ്ട്. ഉദ്യോഗസ്ഥരൊന്നും തിരിച്ച് നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് പോയിട്ടില്ല. അതായത് ആനയെ ഇതുവരെ നിരീക്ഷിച്ച് എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ ആനയെ കണ്ടെത്താൻ കഴിഞ്ഞാൽ മാത്രമാണ് ഇനി ദൗത്യം പുനരാരംഭിക്കാനുള്ള സാധ്യതയുള്ളത്. അല്ലെങ്കിൽ 4 മണിയോടെ ദൗത്യം സ്വാഭാവികമായിട്ടും ഇരുട്ട് വീഴുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവസാനിപ്പിക്കുകയാണ് ഉണ്ടാവുക. അതിന് തന്നെയാണ് ഇന്നത്തെ ഒരു സാഹചര്യം. പക്ഷെ നാളെ ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ആനയുടെ മുറിവ്, ആനയുടെ ശരീരത്തിൻ്റെ ഘടന, അതിൻ്റെ സ്വഭാവം, ഇതൊക്കെ ഈ ഒരു സമയം കൊണ്ട് അരുൺ സക്രി അടക്കമുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ പ്രതികരിക്കും? ഓരോ ആനകൾക്കും ഓരോ തരത്തിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ആനയുടെ പരിക്കിൻ്റെ സ്വഭാവവും ആനയുടെ രീതിയും ഒക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ അതിനെ എങ്ങനെ നിയന്ത്രണത്തിൽ വരുത്താമെന്ന കാര്യത്തിൽ കൃത്യമായൊരു പ്ലാൻ തയ്യാറാക്കാൻ ഇവർക്ക് കഴിയും. അതുപ്രകാരം ഇവർ നൽകുന്ന നിർദ്ദേശം അനുസരിച്ചായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിലെ പദ്ധതി ഉണ്ടാവുക. കുങ്കിയാനകൾ 2 കുങ്കിയാനകളെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവയുടെ സഹായത്തോടെ ഇതിനെ കണ്ടെത്തി അതിനെ മയക്കുവെടി വെച്ച് നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതായത് ഈ ആനയെ ചികിത്സിക്കേണ്ടത് ഈ നെറ്റിയിലാണ്, മസ്തകത്തിന് മുകളിലാണ്. അവിടേക്ക് നമുക്ക് ചികിത്സ കൊണ്ടുവരാൻ ആനയെ എവിടെയെങ്കിലും നിർത്തേണ്ടതുണ്ട്. ഇതിന് സ്റ്റാൻഡിങ് സെഡേഷൻ എന്നാണ് അവർ പറയുന്നൊരു വാക്ക്. അതായത് നിർത്തിക്കൊണ്ടുള്ള മയക്കി നിർത്തുന്ന നടപടി. അപ്പോൾ അതിന് 2 കുങ്കിയാനകളുടെ സഹായം ഉണ്ടെങ്കിൽ ആനയുടെ 2 വശത്തായി നിർത്തിക്കഴിഞ്ഞാൽ അവർക്ക് സുരക്ഷിതമായിട്ട് കുറെ കൂടി ഫലപ്രദമായിട്ട് ഇത് ചെയ്യാൻ കഴിയും. അതിൻ്റെ ഒരു സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ ഇന്നത്തെ ദിവസത്തെ ഈ ഒരു ദൗത്യം പൂർത്തീകരണത്തിന് ശേഷമായിരിക്കും അന്തിമമായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തുക. സാധ്യമായ എല്ലാം ചെയ്യുമെന്നാണ് വാഴച്ചാൽ DFO അറിയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇന്നത്തെ ദൗത്യ പൂർത്തീകരണത്തിന് ശേഷമായിരിക്കും, ഇന്നത്തെ ദിവസം അവസാനിച്ചതിന് ശേഷമായിരിക്കും നാളെ മറ്റെന്തെല്ലാം മാറ്റങ്ങൾ ഈ ഒരു മിഷനിൽ കൊണ്ടുവരണം, എന്തെല്ലാം സംവിധാനങ്ങൾ കുങ്കിയാനകൾ അടക്കമുള്ളവരെ കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ ചിത്രം തെളിയുക. CV അനുമോദ വിവരങ്ങൾ നൽകിയത്. അതിരപ്പള്ളിയിൽ നിന്ന് വനത്തിനുള്ളിലേക്ക് കടന്നതായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ അതിൽ ആനയെ മയക്കുവെടി വെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നാൽ മാത്രമാണ് ദൗത്യത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയുക. അത് ഉറ്റുനോക്കുക കൂടിയാണ് ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘം.